ഗസ മാധ്യമപ്രവർത്തകർക്ക് ഭൂമിയിലെ ഏറ്റവും അപകടകരമായ സ്ഥലമാണ്. ഈ ഒരു കാര്യം അവിടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് പണ്ടേ അറിയാവുന്ന കാര്യവുമാണ്. ക്യാമറയും മൈക്കും മാത്രമാണ് അവരുടെ ആയുധം. എപ്പോൾ വേണമെങ്കിലും കൊല ചെയ്യപ്പെടാവുന്ന അവസ്ഥയിൽ പട്ടിണിയിലും ഗസയുടെ യാഥാർത്ഥ്യം ലോകത്തിന് മുന്നിലേക്ക് എത്തിക്കുകയാണവർ. അന്താരാഷ്ട്ര മാധ്യമ സംഘടനകളും മനുഷ്യാവകാശ ഗ്രൂപ്പുകളും മാധ്യമപ്രവർത്തകരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തുന്നുവെന്ന ആരോപണം ആവർത്തിക്കുകയാണ്. അതീവ ഭയത്തിന്റെയും അനിശ്ചിതത്വത്തിന്റെയും നിഴലിൽ ഞാൻ ജീവനോടെ തിരിച്ചെത്തുമോ എന്ന ചോദ്യത്തിന്റെ ഭാരത്തിൽ ഓരോ ദിവസവും അവർ ജോലിക്കിറങ്ങുന്നു. വിശദമായി നോക്കാം. ഇൻഡെപ്തിലേക്ക് സ്വാഗതം. 2023 ഒക്ടോബർ മുതൽ ഗസയിൽ 237 വരെ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് 2024 ലോകമെമ്പാടും കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരിൽ 50% പലസ്തീനിൽ നിന്നുള്ളവരാണ്. ലോകയുദ്ധങ്ങളുടെ ചരിത്രത്തിൽ മറ്റൊരിടത്തും കാണാത്ത വിധം ഉയർന്നതാണ് ഈ കണക്കുകൾ. ഗസയിലെ യുദ്ധം മാധ്യമപ്രവർത്തകർക്ക് ഏറ്റവും മാരകമായ സംഘർഷമായി മാറിയിരിക്കുന്നു. ഓഗസ്റ്റ് 10 ഗസ നഗരത്തിലെ അൽഷിഫ ആശുപത്രിക്ക് പുറത്തുള്ള മാധ്യമപ്രവർത്തകരുടെ ടെന്റിന് നേർക്ക് ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ അൽ ജസീറയിലെ 5 മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. അനസ് അൽ ഷരീഫ്, മുഹമ്മദ് ഖേറെ, ഇബ്രാഹിം സെഹർ, മുഹമ്മദ് നൌഫൽ, മൊഅമേൻ അലീബ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അനസ് അൽ ഷരീഫ് ഹമാസ് പ്രവർത്തകനാണെന്നും റോക്കറ്റ് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നുവെന്നും ഇസ്രായേൽ സൈന്യം ഇതിനിടെ ആരോപിച്ചിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾക്ക് വിശ്വസനീയമായ തെളിവുകൾ നൽകിയിട്ടില്ലെന്ന് അൽ ജസീറയും CPJയും അവകാശപ്പെടുന്നു. ഈ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്കൊടുവിൽ മാധ്യമപ്രവർത്തകരുടെ ടെന്റ് മനഃപൂർവ്വം ലക്ഷ്യമിട്ടതായി ഇസ്രായേൽ സൈന്യം സമ്മതിക്കുകയും ചെയ്തു. പ്രസ് ബാഡ്ജും ഹെൽമറ്റും ഒരു കവചമായിരുന്നു. ഇപ്പോൾ അത് ഒരു ലക്ഷ്യമായി മാറിയിരിക്കുന്നുവെന്ന് അൽ ജസീറയുടെ ലേഖകൻ ഹാനി മഹ്മൂദ് പറയുന്നു. ഗസയിൽ പ്രസ് എന്ന് അടയാളപ്പെടുത്തി വസ്ത്രങ്ങളോ വാഹനങ്ങളോ ഉപയോഗിക്കുന്ന മാധ്യമപ്രവർത്തകർ പലപ്പോഴും ആക്രമണങ്ങൾക്കിരയാകുന്നു. 2024 ഫെബ്രുവരിയിൽ UN വിദഗ്ധർ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ മാധ്യമപ്രവർത്തകർക്കെതിരായ ആക്രമണങ്ങൾ യുദ്ധക്കുറ്റമായി കണക്കാക്കപ്പെടുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്നാം ലോക മഹായുദ്ധങ്ങൾ, വിയറ്റ്നാം യുദ്ധം, അഫ്ഗാനിസ്ഥാനിലെ യുദ്ധം, യൂഗോസ്ലോവ്യ യുദ്ധങ്ങൾ എന്നിവയേക്കാൾ കൂടുതലാണ് 2023 ഒക്ടോബർ മുതൽ ഗസയിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം. 2024 ഡിസംബർ 26 അൽഖുദ്സ് നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് 5 മാധ്യമപ്രവർത്തകരെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയിരുന്നു. പ്രസ് എന്ന് വ്യക്തമായി അടയാളപ്പെടുത്തിയ ഇവരുടെ വാഹനത്തിന് നേരെയായിരുന്നു ആക്രമണം. ഇസ്രായേൽ ഇവരെ ഇസ്ലാമിക് ജിഹാദ് പ്രവർത്തകരെന്ന് ആരോപിച്ചെങ്കിലും ഇത്തരം ആരോപണങ്ങൾ മാധ്യമപ്രവർത്തകരുടെ സംരക്ഷിത പദവിയെ ലംഘിക്കുന്നതാണെന്ന് ആർട്ടിക്കിൾ 19 പോലുള്ള സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിശ്വസനീയമായ തെളിവുകളില്ലാതെ മാധ്യമപ്രവർത്തകരെ ഭീകരർ എന്ന് മുദ്രകുത്തുന്നത് ഇസ്രായേൽ ദീർഘകാലമായി പിന്തുടർന്നു പോരുന്ന രീതിയാണ്. US ആസ്ഥാനമായുള്ള കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റും ഇതിനെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അൽ ജസീറയ്ക്കായി രാപ്പകൽ റിപ്പോർട്ട് ചെയ്യുന്ന അനസ് അൽ ഷരീഫിനെതിരായ അപവാദങ്ങൾ യുദ്ധത്തിലെ പ്രധാന വികാസങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴെല്ലാം ഉയർന്നു വന്നത് യാദൃശ്ചികമല്ല എന്ന് CPJ റീജിയണൽ ഡയറക്ടർ സാറ ഖുദയും പറയുന്നു. ഇസ്രായേൽ മതിയായ സഹായം പ്രദേശത്തേക്ക് അനുവദിക്കാത്തതിനാൽ ഗസയിലുണ്ടായ പട്ടിണിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് നേരെ ആക്രമണം ഉണ്ടായതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. മാനസികാഘാതങ്ങളും വ്യക്തിപരമായ അപകട സാധ്യതകളും ഉണ്ടായിട്ടും പലസ്തീൻ മാധ്യമപ്രവർത്തകർ തങ്ങളുടെ ജോലി തുടരുന്നു. സത്യം രേഖപ്പെടുത്തുന്നത് ഒരു തൊഴിൽ മാത്രമല്ല, തങ്ങളുടെ ജനതയോടും ചരിത്രത്തോടുമുള്ള കടമയാണ് എന്ന് അൽ ജസീറ ലേഖകൻ ഹാനി മഹ്മൂദ് പറയുന്നു. വിശപ്പാണ് ഒരു പ്രധാന വെല്ലുവിളി. കഴിക്കാൻ ഒന്നും കിട്ടാത്തപ്പോൾ വെള്ളം കുടിച്ചാണ് ജോലി തുടരുന്നത്. ചിലപ്പോൾ അതുപോലും കിട്ടാത്ത അവസ്ഥ. ഫോട്ടോഗ്രാഫറും ലേഖകനുമായ അമർ അൽ സുൽത്താൻ പറയുന്നു. ഊഹിക്കാനാകാത്തത്ര ദുഷ്കരമായ സാഹചര്യങ്ങളിലാണ് ഈ മാധ്യമപ്രവർത്തകരെല്ലാം കഴിയുന്നത്. ഗസയിൽ അന്താരാഷ്ട്ര മാധ്യമപ്രവർത്തകരുടെ പ്രവേശനം കർശനമായി നിയന്ത്രിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിൽ മാത്രമാണ് പുറത്തുനിന്നുള്ള മാധ്യമപ്രവർത്തകർക്ക് ഗസയിൽ പ്രവേശിക്കാൻ അനുമതിയുള്ളത്. ഗസയിലെ പ്രാദേശിക മാധ്യമപ്രവർത്തകർ മാത്രമാണ് യുദ്ധത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ലോകത്തിനു മുന്നിൽ എത്തിക്കാനുള്ള ഏക വഴി. എന്നാൽ അവർക്ക് കൊടുക്കേണ്ടി വരുന്ന വില അവരുടെ ജീവൻ തന്നെയാണ്. യൂറോപ്യൻ യൂണിയൻ, UN, റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് തുടങ്ങിയവ മാധ്യമപ്രവർത്തകർക്കെതിരായ ആക്രമണങ്ങളെ അപലപിച്ചിട്ടുണ്ട്. RSF അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഇത് സംബന്ധിച്ച് പരാതിയും ഫയൽ ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും അവരുടെ ജീവന് ഭീഷണിയാണ്. 152 മാധ്യമപ്രവർത്തകരുടെ വീടുകൾ ബോംബ് വെച്ച് തകർക്കപ്പെട്ടതായി പലസ്തീൻ ജേർണലിസ്റ്റ് സിൻഡിക്കേറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ മാധ്യമപ്രവർത്തകരെ സംരക്ഷിത പൗരന്മാരായി കണക്കാക്കുമ്പോൾ ഇസ്രായേൽ അവരെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തുന്നത് പതിവാവുകയാണ്. ഭയം സ്ഥിരമാണ്. ഓരോ ദിവസവും ജോലിക്കിറങ്ങുമ്പോൾ ഒപ്പം ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം കൂടി അവശേഷിക്കുന്നു: ഞാൻ ജീവനോടെ തിരിച്ചെത്തുമോ എന്ന്.